അപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ കേട്ടോ. ഉം. ആദ്യത്തെ താരാപൂർ. ഓക്കെ. താരാപൂറിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ആദ്യത്തെ 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 ആണവ നിലയമാണ്. ഓക്കെ. എവിടെയാണ്? ഏത് സംസ്ഥാനത്താ താരാപൂർ? മഹാരാഷ്ട്ര. 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 ജപ്പാനിലെ ഫുക്കുഷിമയിലേതിന് സമാനമായ റിയാക്ടറുകളാണ് താരാപൂരിലുള്ളത്. ഓക്കെ. ജപ്പാനിലെ ഫുക്കുഷിമ അതിനോട് സമാനമായ റിയാക്ടറുകളാണ് നമ്മുടെ താരാപൂർ ആണവ നിലയത്തിലുള്ളത്. ഇന്ത്യയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ നിലയങ്ങളിൽ ഒന്നാണ് താരാപൂർ. 1969 ഒക്ടോബർ 28 നിലവിൽ വന്നു. നമ്മള് കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു 1969 നിലവിൽ വന്നെന്നുള്ളത്. അപ്പൊ 69 ഒക്ടോബർ 28 താരാപൂർ നിലവിൽ വന്നത്. ഇനി താരാപൂർ ആണവ നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 1970 ജനുവരി 19. ഓക്കെ. അപ്പൊ 69 വന്നെങ്കിലും ഇത് രാഷ്ട്രത്തിനായിട്ട് സമർപ്പിച്ചത് 70 ജനുവരി 19. ഓക്കെ. അപ്പൊ ഇത്രയാണ് താരാപൂറിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ആണവ നിലയമാണ്. സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. ഏതിന്റെ മാതൃകയിലുള്ളതാണത്? ഫുക്കുഷിമ. 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 അതുപോലെ തന്നെ വന്ന വർഷം 69 ഒക്ടോബർ 28. ഒക്ടോബർ 28. എന്നാൽ ഇത് നമ്മുടെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധി. 70 ജനുവരി 19. ജനുവരി 19. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് താരാപൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയായി കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നു. ആ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. ഓക്കെ. തമിഴ്നാട്ടില് ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയായിട്ട് കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ. രാജസ്ഥാനില് ചിത്തോർഗഡ് ജില്ലയിൽ റാവത്ത് ഭട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. എന്താ റാവത്ത് ഭട്ട? നമ്മള് വേറെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല? റാവപ്പെട്ട വായിച്ചത് റാവപ്പെട്ട താപവൈദ്യുത നിലയ. താപവൈദ്യുത നിലയം വായിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ കോട്ട റാവപ്പെട്ട് എവിടായിരുന്നു? ഇവിടെ രാജസ്ഥാനിൽ. അത് തന്നെ, രാജസ്ഥാനിലാണോ ഇതെന്നില്ലേ? ഓക്കെ. അപ്പൊ രാജസ്ഥാനിലെ ചിത്തോർഗഡ് ജില്ലയിൽ റാവത്ത് ഭട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പവർ സ്റ്റേഷനാണ്. ഇതിന്റെ എത്ര മെഗാവാട്ടാന്ന് ചോദിച്ചാൽ 700 മെഗാവാട്ടാണ്. 700 മെഗാവാട്ടിന്റെ 2 പുതിയ റിയാക്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നാണ് കേട്ടോ. ഇതിൽ പുതിയതായിട്ട് 700 മെഗാവാട്ടിന്റെ 2 പുതിയ റിയാക്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. 100-200 മെഗാവാട്ട് വീതം ഉൽപാദന ശേഷിയുള്ള ഓരോ യൂണിറ്റും, അതുപോലെ തന്നെ 220 മെഗാവാട്ട് ശേഷിയുള്ള 4 യൂണിറ്റുകളും ഇപ്പോൾ ഈ നിലയത്തിലുണ്ട്. ഓക്കെ. അപ്പൊ നിലവില് 100-200 മെഗാവാട്ട് വീതം ഉൽപാദന ശേഷിയുള്ള ഓരോ യൂണിറ്റും, അതുപോലെ തന്നെ 220 മെഗാവാട്ട് ശേഷിയുള്ള 4 യൂണിറ്റുകളും ഉണ്ട്. ഇത് കൂടാതെയാണ് 700 മെഗാവാട്ടിന്റെ 2 പുതിയ റിയാക്ടറുകളുടെ നിർമ്മാണം ഈ ഒരു അറ്റോമിക് പവർ സ്റ്റേഷനിൽ വരുന്നത്. ഓക്കെ. രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചമ്പലാണ് കേട്ടോ. ഈ ചമ്പലിലുള്ള ഒരു തടാകം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു? ചമ്പലുള്ളത് റാണാ പ്രതാപ് സാഗർ ഡാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞത്? ചിത്തോർഗഡ് ജില്ലയിൽ. ചിത്തോർഗഡ് ആണോ? ചിത്രകൂട് പറഞ്ഞ പക്ഷികളാണ്. ചിത്തോർഗഡ്.
ചിത്തോർഗഡ് ജില്ല. ഓക്കെ. ചിത്തോർഗഡ് ജില്ലയില് റാവത്ത് ഭട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പുതിയതായിട്ട് വരുന്ന 700 മെഗാവാട്ടിന്റെ രണ്ട് പുതിയ റിയാക്ടറുകളാണ്. നിലവിലുള്ളത് ഏതൊക്കെയായിരുന്നു? 100, 200 മെഗാവാട്ട് വീതം ഉൽപാദന ശേഷിയുള്ള ഓരോ യൂണിറ്റും, അതുപോലെ തന്നെ 220 മെഗാവാട്ട് ശേഷിയുള്ള 4 യൂണിറ്റുകളും നിലവിലുണ്ട്. ഇത് കൂടാതെയാണ് 700 മെഗാവാട്ടിന്റെ രണ്ട് റിയാക്ടറുകൾ വരുന്നത്. ഇനി നമ്മുടെ ഈ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്താന്ന് ചോദിച്ചാല് ചമ്പൽ. ചമ്പൽ. ചമ്പൽ നദിയാണ്. ഓക്കെ. അപ്പൊ ഇത് ഓക്കെ ആയില്ലേ? ഓക്കെ. ഓക്കെ. ഇനി കാക്രപ്പാറ എവിടെയാണ്? കാക്രപ്പാറ ഗുജറാത്ത്. ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത്. ഗുജറാത്തിലല്ലേ? ഗുജറാത്ത്. അതെ, ഗുജറാത്തിലാണ് കാക്രപ്പാറ. 1993 മെയ് 6 ഗുജറാത്തിലെ കാക്രപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ. അപ്പൊ കാക്രപ്പാറ 1993 മെയ് 6 ആ ഒരു ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാക്രപ്പാറ 1993 മെയ് 6 ഗുജറാത്തിലെ കാക്രപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇനി അടുത്ത് കൈഗ. കൈഗ കർണാടക. എവിടെയാണ്? കൈഗ കർണാടക. കർണാടക. നോർത്ത് കർണാടകയാണ് കേട്ടോ. നോർത്ത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രവർത്തനം ആരംഭിച്ചത് 2000 നവംബർ 16 ഓക്കെ. 2000 നവംബർ 16 കൈഗ പവർ സ്റ്റേഷൻ സ്ഥാപിതമായത്. കൈഗ ആണവ നിലയത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി? ശരാവതി വല്ലോണോ? അല്ല, നമ്മളത് പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു നദി. കാളിയാണ് കേട്ടോ. കാളി. 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 ഓക്കെ. കാളി എന്നൊക്കെ പറയുമ്പോ നേപ്പാളിന്റെ ആ ഭാഗത്തുള്ളതല്ലേ ശരിക്കും? ഇത് ചെറിയ നദിയായിരിക്കും. അപ്പൊ കൈഗ ആണവ നിലയത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദിയാണ് കാളി നദി. 962 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് ഇത്. 2018 ഡിസംബർ 31 വരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 962 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈഗയാണ്. ഇത് 2018 റിപ്പോർട്ട് പ്രകാരമാണ്. അതിനുശേഷം ഏതെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ കൈഗ ആണവ നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2000 എന്നൊക്കെ പറയുമ്പോ ആരായിരുന്നു? 2000 വാജ്പേയിയാ? വാജ്പേയി. വാജ്പേയി ആണ് കേട്ടോ. 2000 മാർച്ച് 5 2000 മാർച്ച് 5 കൈഗ അടൽ ബിഹാരി വാജ്പേയി ആണ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഓക്കെ. അപ്പൊ കൈഗനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഉത്തര കർണാടക. പിന്നെ ഉത്തര 2000 കർണാടക. പ്രവർത്തനം ആരംഭിച്ചു. കാളി നദിയുടെ കാളി നദിയാണ് തീരത്ത് സമീപത്തൂടെ ഒഴുകുന്നത്. 2000 ഏറ്റവും നവംബർ കൂടുതൽ 16. അതെ, 2000. 962 ദിവസം. അതെ, തുടർച്ചയായിട്ട് 962 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 മാർച്ച് 5 സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് നവംബർ 16 ഓക്കെ. 2000 നവംബർ 16 പ്രവർത്തനം ആരംഭിച്ചു. കൈഗ. എന്നാൽ സമർപ്പിച്ചത് മാർച്ച് 5 ഓക്കെ. വാജ്പേയി. താരാപൂർ വാജ്പേയി ആണ്. രാഷ്ട്രത്തിന് സമർപ്പിച്ചാരായിരുന്നു? താരാപൂർ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ്. 70 താരാപൂർ ഇന്ദിരാഗാന്ധിയും കൈഗ വാജ്പേയി. ഈ ജനുവരി 19 ദേശീയ ഉദ്ഗ്രഥന ദിനം ആണോ? അല്ല അല്ലേ? ആണോ? ജനുവരി 19. എന്താ പ്രത്യേകത? ഉദ്ഗ്രഥന ദിനം അല്ല അല്ലെ? ഈ ഇന്ദിരാഗാന്ധി മരിച്ചതെന്നാ? അത് നവംബർ 19. അല്ല, 84 ഒക്കെ നവംബർ 19. നവംബർ 19 ആണല്ലേ? അടുത്ത നറോവ. എനിക്ക് ഓർമ്മയില്ല. ജനുവരി 19 നവംബർ 19 എന്നറിയില്ല. നവംബർ 19. എന്തുവാ? കേട്ടില്ല ഞാൻ പറഞ്ഞത്? ഇല്ല, ഞാൻ കേട്ടില്ല. എനിക്ക് നവംബർ 19. എന്തോ നവംബർ ഈ 19? ദേശീയ ഉദ്ഗ്രഥന ദിനം എന്നാണ്. അതാണ് നവംബർ 19. നവംബർ 19. ഓക്കെ. പിന്നെ അടുത്ത് നറോറ എവിടെയാ? നറോറ UP. എന്ത് കാർത്തികേ? അല്ല, എന്താ നവംബർ 19 പറ്റി എന്താ പറഞ്ഞ ഞാൻ മറന്നു. ദേശീയ ഉദ്ഗ്രഥന ദിനം, അതായത് ജന്മദിനമാണ്. ജന്മദിനം. ഈ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ 19.
ദേശീയ ഉദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോ നമ്മുടെ ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷെഹർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത്? നറോറ. ഓക്കെ, നറോറ സ്ഥിതി ചെയ്യുന്നത് യുപിയിലെ ബുലന്ദ് ഷെഹർ ജില്ലയിലാണ്. നിലവിൽ വന്നത് 1991 നമ്മൾ കാക്രപ്പാറ ഏതാ വർഷം പറഞ്ഞ ഓർമ്മയുണ്ടോ? 93 മെയ് 6. അതെ, 93 മെയ് 6 കാക്രപ്പാറ. എന്നാൽ നറോറ ചോദിച്ചാല് 91. 91 വർഷം മാത്രം പറയുന്നുള്ളൂ. 91 ഇനി നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നദീതീരം യു പി എന്നൊക്കെ പറയുമ്പോ യമുനയാണോ? ഗംഗ. ഗംഗയുടെ തീരത്താണ്. ഗംഗ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗയാണ്. 1991 യു പിയിലെ ബുലന്ദ് ഷെഹർ ജില്ല. ഇത്ര മാത്രമാണ് ഈ നറോറ ആണവ നിലയത്തെ കുറിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് കൂടംകുളം. എവിടെയാണ് കൂടംകുളം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഏതാ ജില്ല? കന്യാകുമാരിയാണോ? അല്ല, ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ജില്ല തിരുനെൽവേലി തിരുനെൽവേലി. ജില്ലയിലെ രാധാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോ തമിഴ്നാട് തിരുനെൽവേലി രാധാപുരം താലൂക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം കൂടംകുളമാണ്. കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം ഏതാണ്? കൂടംകുളം ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ് കൂടംകുളം വന്നത്. 88 നവംബർ 20. 88 നവംബർ 20. ഓക്കെ, അപ്പൊ കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം 1988 നവംബർ 20. കൂടംകുളം കമ്മീഷൻ ചെയ്ത വർഷം 25 വർഷത്തിന് ശേഷം 2013 ഒക്ടോബർ 22. ഓക്കെ, 2013 ഒക്ടോബർ 22. ഓക്കെ, അപ്പം കൂടംകുളം പദ്ധതി ഒപ്പുവെച്ചത് 88. എന്നാൽ കമ്മീഷൻ ചെയ്ത് ചോദിച്ചാല് 2013. 13 ഒക്ടോബർ 22. ഓക്കെ, ഇനി കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്നുള്ളതാണ്. 88 ആരായിരുന്നു? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയും മിക്കയിൽ ഗോർബച്ചേവ് റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. റഷ്യൻ പ്രസിഡന്റായ മിക്കയിൽ ഗോർബച്ചേവും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കൂടംകുളം പദ്ധതി ഒപ്പുവെച്ചത്. ഓക്കെ, 88 നവംബർ 20. എന്നാൽ കമ്മീഷൻ ചെയ്ത് 2013 ഒക്ടോബർ 22. കൂടംകുളം പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം NPCIL. NPCIL ആണ്. കൂടംകുളം പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ചോദിച്ചാൽ NPCIL ആണ്. NPCIL. നമ്മള് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഇന്ധനങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യുറേനിയം, തോറിയം. ഇവിടെ ഏതാണ് യുറേനിയത്തിന്റെ ഏതാണ് ഒരു വെറൈറ്റി? യുറേനിയം 235. 235 കൂടംകുളത്ത് ഉപയോഗിക്കുന്നത്. കൂടംകുളം റിയാക്ടറിൽ ഉപയോഗിക്കുന്ന മോഡറേറ്റർ? മൃദുജലം. അതെ, മൃദുജലമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് കൂടംകുളത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂടംകുളത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? തമിഴ്നാട്ടില് രാധാപുരം താലൂക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ്. അതെ, ഒപ്പുവെച്ചത് ഏതാണ് വർഷം? 88 നവംബർ. കമ്മീഷൻ ചെയ്യുന്നത് 2013. 2013 ഒക്ടോബർ രാജീവ് ഗാന്ധി മിഖായിൽ ഗോർബച്ചേവും തമ്മിലാണ് ഒപ്പുവെച്ചത്. അതിന്റെ എന്താ പറയാ മേൽനോട്ടം വഹിക്കുന്നത് NPCIL. യുറേനിയം 235 ഉപയോഗിക്കുന്ന ഇന്ധനം. മോഡറേറ്റർ, ലൈറ്റ് വാട്ടർ. മോഡറേറ്റർ ആയിട്ട് ചോദിച്ചാൽ
മൃദുജലം അല്ലെ, മൃദുജലം. ലൈറ്റ് വാട്ടർ. ഓക്കെ, ഇനി എന്താണ് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എന്ന് നോക്കാം. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ. ഇന്ത്യയിൽ ആദ്യമായി ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് 1985 ഡിസംബർ 16 എവിടെയാണത്? ഫാസ്റ്റ് ബ്രീഡർ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഏത് പേര് വരിക? അപ്സരയാണോ? കാമിനി കൽപ്പാക്കം. കൽപ്പാക്കം. ഓക്കെ, അത് 1985 ഡിസംബർ 16 ഓക്കെ, 1985 ഡിസംബർ 16 അതിനുശേഷമാണ് കൂടംകുളമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. 85 ഡിസംബർ 16 കൽപ്പാക്കം. പ്ലൂട്ടോണിയം കാർബൈഡും യുറേനിയം കാർബൈഡും ചേർന്ന മിശ്രിതമാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് പ്ലൂട്ടോണിയം കാർബൈഡും പിന്നെ യുറേനിയം കാർബൈഡും ആണ്. അത് ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഓക്കെ, പ്ലൂട്ടോണിയം കാർബൈഡും യുറേനിയം കാർബൈഡും ചേർന്ന മിശ്രിതം. പ്ലൂട്ടോണിയം, യുറേനിയം കാർബൈഡ് എന്നിവ ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഈ പ്ലൂട്ടോണിയം, യുറേനിയം കാർബൈഡുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യ രാജ്യം ചോദിച്ചാലും ഇന്ത്യയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ നിലവിൽ വന്ന വർഷം ഏതാണ്? 85 ഡിസംബർ 16. ഓക്കെ, ഇനി ഈ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ വന്നത് എവിടെയാണ്? കാമിനി കൽപ്പാക്കം. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാന്ന് പറഞ്ഞത്? യുറേനിയത്തിന്റെ പ്ലൂട്ടോണിയം കാർബൈഡ്. പ്ലൂട്ടോണിയം, യുറേനിയം കാർബൈഡ് എന്നിവ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇനി ബ്രീഡർ റിയാക്ടറുകൾ എന്താന്ന് നോക്കാം. ഊർജോൽപാദനം നടത്തുന്നതിനോടൊപ്പം മറ്റൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആവശ്യമായ ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടർ ആണ് ഏത്? ബ്രീഡർ റിയാക്ടറുകൾ. ഓക്കെ, അപ്പോ ഊർജോൽപാദനം നടത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആവശ്യമായ ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറുകളെയാണ് എന്ത് പറയുക? ബ്രീഡർ റിയാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോ അവര് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അടുത്തൊരു ന്യൂക്ലിയർ റിയാക്ഷനുള്ള ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ബ്രീഡർ റിയാക്ടറുകൾ എന്ന് പറയുക. ഓക്കെ, അതിലേത്? ഓക്കെ, ഇനി ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR 1971 ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കായി സ്ഥാപിതമായ റിസർച്ച് സെന്റർ ആണ് IGCAR. ഓക്കെ, അപ്പൊ ഈ ഫാസ്റ്റ് ബ്രീഡർ സെന്ററുകളുടെ വികസനത്തിനായിട്ട് കൊണ്ടുവന്നുള്ള ഒരു റിസർച്ച് സെന്റർ ആണ് ഇത് IGCAR അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്. ഓക്കെ, IGCAR മുമ്പ് അറിയപ്പെട്ടിരുന്നത് റിയാക്ടർ റിസർച്ച് സെന്റർ എന്നാണ്. ഓക്കെ, റിയാക്ടർ റിസർച്ച് സെന്റർ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ IGCAR എന്ന പേര് ലഭിച്ച വർഷം എപ്പോഴാണ്? ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴായിരിക്കുമല്ലോ. 85 IGCAR എന്ന പേര് ലഭിച്ചത്. ഓക്കെ, ഇനി IGCARന്റെ ആസ്ഥാനം അതും കൽപ്പാക്കമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് IGCARന്റെ ആസ്ഥാനം. ഓക്കെ, ഇനി ഇന്ത്യയുമായി 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കുവാനായി കരാറിൽ ഏർപ്പെട്ട രാജ്യം? റഷ്യയാണോ? അല്ല, ഫ്രാൻസ്. അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് ഇന്ത്യയുമായിട്ട് 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിൽ ഏർപ്പെട്ട രാജ്യം. ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ഇന്ത്യ, റഷ്യ.
റുപ്പൂർ ആണവ നിലയമാണ്. റുപ്പൂർ ആണവ നിലയം എവിടെയാണ്? ബംഗ്ലാദേശിൽ. ഓക്കെ. ബംഗ്ലാദേശ്. ഇന്ത്യ റഷ്യ സംയുക്തമായിട്ട് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയത്തിന്റെ പേരാണ് റുപ്പൂർ. റുപ്പൂർ. ഇനി ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട്. ഈ ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട് പാസ്സാക്കിയ വർഷമാണ് 2010 കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ചുള്ളത്. ഇനി അടുത്ത ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്ര നേരം വായിച്ച് ഒന്നുകൂടെ വായിക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? താരാപൂർ. ആദ്യത്തേത് താരാപൂർ. 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 ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് ഇവിടെ കൂടംകുളം. കൂടംകുളം. ഓക്കെ, അപ്പൊ താരാപൂർ വന്ന വർഷം ഏതാ? താരാപൂർ 69. 69. ഇതിന്റെ മാതൃക ഇത് ഏതിന്റെ മാതൃകയിൽ വന്നതാണ്? ജപ്പാനിലെ ഫുക്കുഷിമ. ഫുക്കുഷിമ. ഫുക്കുഷിമയാണ്. ഇനി ഈ താരാപൂർ അത് നമ്മളെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഏതായിരുന്നു വർഷം? 1970 70 ഒക്ടോബർ ജനുവരി 22. 19 ജനുവരി 19. ഓക്കെ. ഇനി നമ്മുടെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ, രാജസ്ഥാനിലെ ഒരു ജില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതായിരുന്നു? ചിത്തോർഗഡ്. ചിത്തോർഗഡ് ആണ്. അതുപോലെ തന്നെ അവിടെ എത്ര വാട്ടിന്റെ 2 പുതിയ റിയാക്ടറുകളാണ് പുതിയതായിട്ട് സ്ഥാപിക്കാൻ പോണത്? 700 മെഗാവാട്ടിന്റെ 2 പുതിയ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. ഇനി നമ്മുടെ ഈ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏത് നദിയുടെ തീരത്താണ്? ചമ്പൽ. അത് ചമ്പല്. കാക്രപ്പാറ എവിടെയാ? ഗുജറാത്തില്. ഗുജറാത്ത്. വർഷം 93 93. മെയ് 6. 93 മെയ് 6. ഇനി കൈഗ എവിടെയാണ്? കൈഗ നോർത്ത് കർണാടക. കൈഗ പ്രവർത്തനം ആരംഭിച്ചത് 96. അല്ല, കൈഗ കർണാടക വാജ്പേയി 2000 നവംബർ 16 എന്നാൽ ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് അതിന് മുമ്പാണ്, 2000 മാർച്ച് 5 ഓക്കെ. ഇനി കൈഗ ആണവ നിലയത്തിന്റെ സമീപത്തോട് പോകുന്ന നദി ഏതാ? കാളി നദി. ഇനി ഇത് എത്രയോ ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു? 962. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശ്. UP. നറോറ എപ്പോഴാ വന്നത്? അതാണോ? 2001 അല്ല, നറോറ 91 കേട്ടോ. 91. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നദീതീരാണ് ഗംഗ. ഓക്കെ. ഇനി കൂടംകുളത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? തിരുനെൽവേലിയില് ഏറ്റവും ഇത് ഏറ്റവും വലിയത്. പിന്നെ എപ്പോഴാ വന്നത് കൂടംകുളം? മിഖായിൽ ഗോർബച്ചേവും തമ്മിൽ ഒപ്പുവെക്കുന്നു. 88 നവംബർ 20 എന്നാൽ കമ്മീഷൻ ചെയ്തത് 13 ഒക്ടോബർ 22 ഇനി ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് NPCIL. ഇനി കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് മാറി അല്ലല്ലോ. അതെവിടെയാണ്? യുറേനിയം 235 അല്ലേ? 235. ബ്രീഡറിൽ ഉപയോഗിക്കുന്നതല്ലേ? ഫാസ്റ്റ് ബ്രീഡറിലാണ് നമ്മള് പ്ലൂട്ടോണിയം തന്നെ യുറേനിയം കാർബൈഡ് പറഞ്ഞത്. ഓക്കെ, ഇതാവുമ്പോ യുറേനിയം 235. ഓക്കെ. ഇനി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താണ്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രത്യേകത? ഒരു ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് അടുത്ത പ്രവർത്തനത്തിന് വേണ്ട ഇന്ധനം കൂടി
ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടർ. ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഓക്കെ. അപ്പൊ നമ്മളെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് ഏത് വർഷമായിരുന്നു? 85-ല്. 85-ല്. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതിന്റെ അത് കണ്ടുപിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വന്നത്. 85 ഡിസംബർ 16. എവിടെയായിരുന്നു ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ? കാവിലെ കൽപ്പാത്തി. കൽപ്പാക്കം. പിന്നെ ഇതിന്റെ ഇന്ധന അതെ അതെ കൽപ്പാക്കാണ്. ഇതിന്റെ ഇന്ധനം എന്തായിരുന്നു? പ്ലൂട്ടോണിയം. യുറേനിയത്തിന്റെ പ്ലൂട്ടോണിയത്തിന്റെ കാർബൈഡ്. കാർബൈഡ്. അതേപോലെ തന്നെ ഈ യുറേനിയം പ്ലൂട്ടോണിയം കാർബൈഡ് ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആദ്യ രാജ്യമാണ്. ഓക്കെ. ഇനി നമ്മളെ IGCIR അതിന്റെ ആദ്യ പേരെന്തായിരുന്നു? അത് റിയാക്ടർ റിസർച്ച് സെന്റർ എന്നായിരുന്നു കേട്ടോ. റിയാക്ടർ റിസർച്ച് സെന്റർ എന്നായിരുന്നു IGCIRന്റെ ആദ്യ പേര്. IGCIR ഏത് വർഷമാണ് വന്നത്? 88 അല്ല IGCIR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താ പറയാ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്ഥാപനമാണ് IGCIR. ഓക്കെ. അപ്പൊ അത് 71-ലാണ് വന്നത്. 71-ല് 1971-ൽ ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കായി സ്ഥാപിതമായ റിസർച്ച് സെന്റർ ആണ് ഏത്? IGCIR. ഈ IGCIR മുമ്പ് അറിയപ്പെട്ടിരുന്നതാണ് റിയാക്ടർ റിസർച്ച് സെന്റർ. ഇനി IGCIR എന്ന പേര് ലഭിച്ച വർഷമാണ് 85. ഓക്കെ. ഈ റിയാക്ടർ റിസർച്ച് സെന്ററിന് IGCIR എന്ന പേര് ലഭിച്ചത് ചോദിച്ചാലാണ് 85. IGCIRന്റെ ആസ്ഥാനം എവിടെയാണ്? അതും കൽപ്പാക്കം തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇനി ഇന്ത്യയായിട്ട് എത്ര ആണവ നിലയങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള കരാറാണ് അമേരിക്ക ഒപ്പിട്ടത്? 6. ഇനി അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ഏതാ? എന്താണ്? റുപ്പൂർ. ഓക്കെ. റുപ്പൂർ ആണോ നിലയം. ഇനി നമ്മളെ ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട് പാസ്സാക്കിയ വർഷം? 2010 കേട്ടോ. ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട് 2010. ഓക്കെ അല്ലേ? അടുത്ത് വായിക്കാമല്ലോ അല്ലെ? ഇനി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഹെവി വാട്ടർ ബോർഡ്. ആദ്യത്തെ ഏതാണ്? ഹെവി വാട്ടർ ബോർഡ്. രണ്ടാമത് പറയുന്നത് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മൂന്നാമത് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഓറിയന്റേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി. ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ NPCIL. കൂടംകുളത്തിന്റെ പദ്ധതി. കൂടംകുളത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് NPCIL ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതെല്ലാമാണ്. ഓക്കെ. ഇതെല്ലാമാണ് ഏതിന്റെ കീഴിലുള്ളത്? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളത്. പൊതുമേഖലാ സ്ഥാപനം. ഇത് വായിക്കട്ടെ. അപ്പൊ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഒന്നാമത്തെയാണ് ഹെവി വാട്ടർ ബോർഡ്. HWB. ഹെവി വാട്ടർ ബോർഡ്. ഹെവി വാട്ടർ ബോർഡ് നിലവിൽ വന്നത് അത് നമ്മളുടെ
ഏത് വന്ന വർഷമാണെന്നറിയോ? താരാപൂർ വന്ന വർഷമാണ്. 69-ല്. 69. 69 ഹെവി വാട്ടർ അല്ലേ? അപ്പൊ ഈ തൊഴിലാളികൾ വന്നോ? മെയ് 1. 69 മെയ് 1. ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തൊഴിലാളികൾ വേണ്ടേ? അപ്പൊ 69 മെയ് 1-നാണ് ഹെവി വാട്ടർ ബോർഡ് വന്നത് കേട്ടോ. ഉം. ഓക്കെ. 1989 വരെ ഈ ഹെവി വാട്ടർ ബോർഡ് അറിയപ്പെട്ടിരുന്നത് ഹെവി വാട്ടർ പ്രൊജക്ട് എന്നായിരുന്നു. 89 വരെ ഇത് അറിയപ്പെട്ടിരുന്നത്. ഹെവി വാട്ടർ ബോർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് കേട്ടോ. മുംബൈ. ഹെവി വാട്ടർ ബോർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. മുംബൈ. ഹെവി വാട്ടർ ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ജല ഉൽപാദന പ്ലാന്റുകൾ ഹെവി വാട്ടർ ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ജല ഉൽപാദന പ്ലാന്റുകളാണ്. ഒന്ന് ബറോഡ, രണ്ടാമത് തൂത്തുക്കുടി, പിന്നെ കോട്ട, താൽച്ചറുണ്ട്, താലുണ്ട്, താൽച്ചർ, പിന്നെ ഹസീറ, മനുഗുരു. ഓക്കെ. ഇത്രയും ജല ഉൽപാദന പ്ലാന്റുകളാണ് ഏതിന്റെ കീഴിലുള്ളത്? ഹെവി വാട്ടർ ബോർഡിന്റെ കീഴിലുള്ളത്. ഹെവി വാട്ടർ ബോർഡ് സ്ഥാപിതമായ ക്ലിയർ ആണോ? ഇല്ല, പോകുന്നല്ലോ ഇടയ്ക്ക്. 69 മെയ് 1. കേൾക്കുന്നില്ലേ? ഇടയ്ക്ക് കേട്ടില്ല. നെറ്റ് പോയി. ഓക്കെ ആണോ? ഓക്കെ. ആ. ഓക്കെ. അപ്പൊ ഹെവി വാട്ടർ ബോർഡ് 1969 മെയ് 1-നാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെ പറഞ്ഞത്? മുംബൈ. ബോംബെ. അതെ, മുംബൈയിലാണ്. അതുപോലെ തന്നെ ഹെവി വാട്ടർ ബോർഡ് ഇത് 1989 വരെ ഹെവി വാട്ടർ ബോർഡ് അറിയപ്പെട്ടിരുന്നത് ഹെവി വാട്ടർ പ്രൊജക്ട് എന്നായിരുന്നു. പ്രൊജക്ട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. 89 മുതലാണ് ഹെവി വാട്ടർ ബോർഡ് ആയത്. ഓക്കെ. ഇനി ഹെവി വാട്ടർ ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ജല ഉൽപാദന പ്ലാന്റുകളാണ് ബറോഡ, പിന്നെ തൂത്തുക്കുടി, കോട്ട, താൽച്ചറ, താല്, കോട്ട, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. അപ്പോ ബറോഡ, തൂത്തുക്കുടി, താൽച്ചർ, കോട്ട, ഹസീറ, മനുഗുരു. ഓക്കെ. ഇത്രയും ജല ഉൽപാദന പ്ലാന്റുകളാണ് നമ്മളുടെ ഏതിന്റെ കീഴിലുള്ളത്? ഹെവി വാട്ടർ ബോർഡിന്റെ കീഴിലുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഹെവി വാട്ടർ ബോർഡിനെ കുറിച്ച് പറയുന്നത്. ഏതായിരുന്നു വർഷം ഹെവി വാട്ടർ ബോർഡ്? 69 മെയ് 1. മെയ് 1. എന്നാൽ ഇത് നമ്മുടെ ഹെവി വാട്ടർ ബോർഡ് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ഹെവി വാട്ടർ പ്രൊജക്ട്. ഏത് വർഷം മുതലാണ് ഹെവി വാട്ടർ ബോർഡ് ആയത്? 89. 20 വർഷം ഹെവി വാട്ടർ പ്രൊജക്ട് എന്നറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇനി അടുത്തത് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. യുറേനിയം UCIL. ഓക്കെ. UCIL, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അത് സ്ഥാപിതമായത് 1967 ഒക്ടോബർ 4-ആണ്. യുറേനിയം കോർപ്പറേഷൻ 1967 ഒക്ടോബർ 4-നാണ് സ്ഥാപിതമായത്. ഇനി ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? യുറേനിയം കോർപ്പറേഷൻ അതെ, ജാദ്ഗുഡ, ജാർഖണ്ഡിലെ ജാദ്ഗുഡയാണ് ആസ്ഥാനം. ജാദ്ഗുഡ, ജാർഖണ്ഡ്. UCIL ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചതും ജാദ്ഗുഡയിലാണ്. ഓക്കെ. അപ്പോ UCIL ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് ജാദ്ഗുഡയിൽ തന്നെയാണ്. ഇനി യുറേനിയം അയിരുകളുടെ ഖനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിതമായ സ്ഥാപനം കൂടിയാണ് UCIL. ഓക്കെ. അപ്പൊ യുറേനിയം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് UCIL, യുറേനിയം കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്. അത് സ്ഥാപിതമായ വർഷം ചോദിച്ചാല് UCIL
1967 ഒക്ടോബർ 4 ഓക്കെ. ആസ്ഥാനം എവിടെ പറഞ്ഞത്? യുറേനിയം UCILന്റെ ജാദുഗുഡ. ജാദുഗുഡ ജാർഖണ്ഡ്. അതിന് UCIL ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ച സ്ഥലം ചോദിച്ചാലും അത് ജാദുഗുഡയാണ്. ജാദുഗുഡ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മള് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത് നോക്കാലോ അല്ലെ. ഓക്കെ. അടുത്തൊരു സ്ഥാപനമാണ് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് NFC. KFC പോലെ NFC, ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് NFC. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകൾക്ക് ന്യൂക്ലിയർ ഇന്ധനങ്ങളും റിയാക്ടർ കോർ ഘടകങ്ങളും ട്യൂബുകളും വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് NFC. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകൾക്ക് എന്തൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇന്ധനം. ഒന്ന് ന്യൂക്ലിയർ ഇന്ധനങ്ങൾ, അതുപോലെ തന്നെ ഈ റിയാക്ടർ കോർ ഘടകങ്ങളും അതുപോലെ തന്നെ ഈ ട്യൂബുകളും വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് NFC. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്, അതുപോലെ തന്നെ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഇന്ധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് NFC. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ റിയാക്ടറുകൾ തന്നെ മൂന്നായിട്ടുണ്ട്. ഒന്ന് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണ് ഒന്ന്. രണ്ട്, ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് ആണ് രണ്ട്. മൂന്ന്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. അപ്പൊ ഈ മൂന്ന് സ്ഥാപനങ്ങൾക്കുള്ള ഇന്ധനം ആരാണ് സപ്ലൈ ചെയ്യുന്നത്? NFC ആണ്. ഓക്കെ, ഇനി ഈ NFC സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്? ഹൈദരാബാദ് ആണ്. ഓക്കെ, NFC സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. നമ്മളെ മുംബൈയിൽ ഏതായിരുന്നു പറഞ്ഞത്? ഹെവി വാട്ടർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലായിരുന്നു. എന്നാൽ UCIL എവിടെയായിരുന്നു? ജാദുഗുഡ. ഇനി NFC ബോർഡ് സ്ഥാപിതമായത് ഏതാണ് വർഷം? 68 ആണ് കേട്ടോ. NFC ബോർഡ് 1968 ആണ്. 1968. UCIL ഏതായിരുന്നു വർഷം പറഞ്ഞത്? 67 ആണ്. ഓക്കെ, എന്നാൽ ഹെവി വാട്ടർ ബോർഡ് ഏതായിരുന്നു വർഷം? 69. ഹെവി വാട്ടർ ആവുമ്പോ 69, UCIL ആവുമ്പോ 67, NFC ആവുമ്പോ 68. ഓക്കെ, അപ്പൊ 67, 68, 69. യുറേനിയം UCIL ആണ് ആദ്യം വന്നത്, രണ്ടാമത് NFC വന്നു, മൂന്നാമത് ഹെവി വാട്ടർ ബോർഡ് വന്നു. ഓക്കെ, അപ്പൊ NFC-നെ കുറിച്ച് ഇത്രയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 3 തരത്തിലുള്ള റിയാക്ടേഴ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഹെവി വാട്ടർ, ഒന്ന് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ. ഓക്കെ, രണ്ടാമത്തെ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ്. മൂന്നാമത്തെ നമുക്ക് അറിയുന്നതാണ്, ഏതാണ്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഇന്ധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത് നമ്മൾ ഏത് സ്ഥാപനമാണ്? UCIL അല്ല, NFC. ഈ UCIL പറയുമ്പോ നമ്മുടെ യുറേനിയം ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് ആലോചിച്ചാൽ മതി. UCIL പറയുമ്പോ യുറേനിയത്തിന്റെ അയിരുകളുടെ ഖനനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ് ഏത്? UCIL. ഇത് പറയുമ്പോൾ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്സും അതേപോലെ തന്നെ അതിനുള്ള ഇന്ധനങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം ചോദിച്ചാൽ NFC ആണ്. 68. അടുത്തതാണ് ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോടോപ്പ് ടെക്നോളജി, BRIT. ഓക്കെ, BRIT, BRIT. ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്താ വെച്ചാല്, ഒന്ന് ഗവേഷണം, വ്യവസായം, കാർഷികം,
ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ റേഡിയോ ഐസോട്ടോപ്പ് റേഡിയേഷൻ ടെക്നോളജി എന്നിവയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് BRIT അല്ലെങ്കിൽ ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി. BRIT സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ നവി മുംബൈ ആണ്. BRIT നവി മുംബൈ ആണ്. ഇത് സ്ഥാപിതമായത് 89 മാർച്ചിലാണ്. 89 മാർച്ചിലാണ് BRIT സ്ഥാപിതമായത്. BRIT 6 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. BRITക്ക് 6 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് BRITയെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ BRITനെ കുറിച്ച് പറഞ്ഞത്? ഒന്ന്, ഗവേഷണം, വ്യവസായം, കാർഷികം, ആരോഗ്യം. ഗവേഷണം, വ്യവസായം, കാർഷികം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ റേഡിയോ ഐസോട്ടോപ്പ് റേഡിയേഷൻ ടെക്നോളജി എന്നിവയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏത്? ഈ ബ്രിട്ട്. ഓക്കെ, ബ്രിട്ട്. BRIT, ബ്രിട്ട്, ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി. ഇതിന്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ പറഞ്ഞത്? ബ്രിട്ട്, ബ്രിട്ട്, നവി മുംബൈ, നവി മുംബൈ, നവി നവി മുംബൈ. മുംബൈ. നമ്മൾ മുംബൈ ഏതൊരു സ്ഥാപനത്തിന്റെ പറഞ്ഞത് നമ്മൾ നേരത്തെ? ഹെവി വാട്ടർ. ഹെവി വാട്ടർ. ഹെവി വാട്ടർ ആവുമ്പോ മുംബൈ, ബ്രിട്ട് ആവുമ്പോ നവി മുംബൈ. ഇനി ഇത് സ്ഥാപിതമായത് ഏത് വർഷം? ബ്രിട്ട് ബ്രിട്ട് ഉം, എന്ന് മുതലാണ് ഹെവി വാട്ടർ പ്രൊജക്ട് ഹെവി വാട്ടർ ബോർഡ് ആയത്? 89. 89. 89. അപ്പൊ ആ ഒരു 89 തന്നെയാണ് ബ്രിട്ടും സ്ഥാപിതമായത്. ഓക്കെ, ഉം. ഓക്കെ. ഇനി ബ്രിട്ടിന് കീഴിൽ എത്ര റീജിയണൽ സെന്റേഴ്സാ ഉള്ളത്? 6. 6 സ്ഥാപനങ്ങളാണ് ഉള്ളത് കേട്ടോ. ഓക്കേ. 6 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ബ്രിട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഈ സാധനമൊക്കെ ഇപ്പം കേൾക്കുമോ നമ്മള് ബ്രിട്ട്? ബ്രിട്ട് ആദ്യമായിട്ട് ചോദിക്കാം. ഉം. അടുത്തത് നമ്മളുടെ NPCIL. നമ്മൾ അതിന്റെ വർഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു വർഷം? 87 NPCIL. ഇതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? മുംബൈ. മുംബൈ ആണ്. NPCIL മുംബൈ. ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണിത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ എന്തൊക്കെയാണ്? നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് NPCIL. ആറ്റോമിക് പവർ സ്റ്റേഷന്റെ നിയന്ത്രണ ചുമതലയുള്ള സ്ഥാപനമാണ് NPCIL. നമ്മൾ NPCILന്റെ ഏതൊരു സ്ഥാപനത്തിന് ചുമതലയുള്ളത് അല്ലെങ്കിൽ നിയന്ത്രണ ചുമതലയുള്ളത് എന്ന് പറഞ്ഞില്ലേ? കൂടംകുളം പദ്ധതിയുടെ. ഏതായിരുന്നു? കൂടംകുളത്തിന്റെ. എന്നാൽ ഇത് ആറ്റോമിക് പവർ സ്റ്റേഷന്റെ നിയന്ത്രണ ചുമതലയുള്ള സ്ഥാപനമാണ്. അപ്പൊ എല്ലാ ആറ്റോമിക് പവർ സ്റ്റേഷന്റെയും നിയന്ത്രണ ചുമതലയുള്ള സ്ഥാപനം ചോദിച്ചാലും NPCIL ആണ്. NPCIL നിലവിൽ വന്ന വർഷം ഏതായിരുന്നു? 87. ആസ്ഥാനം എവിടെയായിരുന്നു? മുംബൈ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ NPCIL ആണ്. അതുപോലെ തന്നെ ആറ്റോമിക് പവർ സ്റ്റേഷന്റെ നിയന്ത്രണ ചുമതല ഉള്ള സ്ഥാപനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് NPCILനെ കുറിച്ചുള്ളത്. ഓക്കെ അല്ലത്? ഓക്കെയാണ്. പ്രധാനമായിട്ട് എന്തൊക്കെ പോയിന്റ് പറഞ്ഞ NPCIL? വർഷം പറഞ്ഞു 87. ആസ്ഥാനം മുംബൈ. പിന്നെന്താ പറഞ്ഞേ? ആണവ റിയാക്ടറുകളുടെ ആറ്റോമിക് പവർ സ്റ്റേഷന്റെ നിയന്ത്രണ ചുമതല. അതെ, നിയന്ത്രണ ചുമതല. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആണ്. IREL. ഓക്കെ, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. IREL സ്ഥാപിതമായ വർഷം? അത് 1950 ഓഗസ്റ്റ് 18. IREL 1950 ഓഗസ്റ്റ് 18. ഓക്കെ, IREL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റയർ എർത്ത്.
IREL നമ്മുടെ ഒരു ചവറയിൽ ഒരെണ്ണം ഉണ്ടെന്നറിയാം. അതേ എനിക്കറിയില്ല. ആ റയർ എർത്ത് റയർ ചവറയിലുണ്ട്, എർത്ത് എന്നാൽ റയർ എർത്ത്. ആ. അപ്പൊ IREL എവിടെയുള്ളത്? അതിന്റെ ആസ്ഥാനം മുംബൈ ആണ്. മുംബൈ. ഓക്കെ, മുംബൈ ആയിരുന്നു. ഓക്കെ. മുംബൈ ആണ്. നമ്മള് എന്താ പറയാ, UCIL നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിന്റെ ഉൽപാദനത്തിനും അല്ലെങ്കിൽ യുറേനിയം അയിരുകളുടെ ഖനനത്തിനായിട്ടായിരുന്നു? യുറേനിയം ആയിരുന്നു. അപ്പൊ IREL എന്തിന്റെ ആയിരിക്കും? IREL നമ്മള് അറ്റോമിക് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത്? തോറിയം. അപ്പൊ UCIL യുറേനിയത്തിനും IREL ഏതിനാണ്? തോറിയത്തിനുമാണ്. ഓക്കെ. IRELന്റെ വർഷം 50 ഓഗസ്റ്റ് 18 പറഞ്ഞത്. ഓക്കെ. അതേപോലെ തന്നെ ഈ ആസ്ഥാനം മുംബൈ ആണ്. തോറിയം ഉൽപാദനത്തിനായി രൂപകൽപ്പന ചെയ്ത റയർ എർത്ത് ഡിവിഷൻ ആണ് IRELന്റെ ആദ്യ യൂണിറ്റ്. റയർ എർത്ത് ഡിവിഷൻ അല്ലെങ്കിൽ RED ആദ്യ യൂണിറ്റ് സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ. അപ്പൊ റയർ എർത്ത് ഡിവിഷന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായ സ്ഥലം ആലുവ, കേരളം. IRELന്റെ മറ്റു ഡിവിഷനുകളാണ് ചവറ, കേരളം, മണവാളക്കുറിച്ചി, തമിഴ്നാട്. എത്ര 2 ഡിവിഷൻ ഉണ്ട് അപ്പൊ അല്ലേ? 2 ഡിവിഷനാ ഉള്ളത്. ഒന്ന് ചവറ, കേരളം. 2 മണവാളക്കുറിച്ചി, തമിഴ്നാട്. IRELന്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ബീച്ച് ആൻഡ് സാൻഡ് മൈനിങ് സെപ്പറേഷൻ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അത് ചിത്രപൂർ, ഒഡീഷയാണ്. IRELന്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ബീച്ച് ആൻഡ് സാൻഡ് മൈനിങ് സെപ്പറേഷൻ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ചിത്രപൂർ, ഒഡീഷയാണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞു ബോറടിക്കാൻ തുടങ്ങിയില്ലേ? അല്ല, ഈ സംഭവം എല്ലാം വന്നപ്പോഴേ, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് എന്തോ എവിടൊക്കെയോ സംഭവം. പക്ഷെ ഈ IRE ഇത്രയും സാധനം ഉണ്ടെന്ന് ഇപ്പോഴറിയില്ല. ഈ IRE ചവറയിലുള്ള നമ്മുടെ വീടിനടുത്തല്ലേ ഈ സംഭവം ഉള്ളത്, IRE ഉള്ളത്. അപ്പൊ അതിന് വേറൊരു ഇത് കൂടെ ഉണ്ട്, ഡിവിഷൻ കൂടെ ഉണ്ട്. അത് മണവാളക്കുറിച്ചി, നമ്മുടെ മണവാളക്കുറിച്ചി, തമിഴ്നാട്. ഓക്കെ. ഇനി IRELന്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ബീച്ച് ആൻഡ് സാൻഡ് മൈനിങ് സെപ്പറേഷൻ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ചിത്രപൂർ, ഒഡീഷയാണ്. സെപ്പറേഷൻ യൂണിറ്റ് ആണ് ചിത്രപൂർ, ഒഡീഷ. ഇനി ECIL, IREL പോലെ ECIL ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇതിന്റെ കീഴിലുള്ള അവസാനത്തെ സ്ഥാപനമാണ് ECIL. ഏതിന്റെ കീഴിലുള്ളത്? നമ്മൾ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള അവസാനത്തെ സ്ഥാപനമാണ് ECIL. അപ്പൊ ECIL എന്താ നോക്കാം. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ECIL. ECIL സ്ഥാപിതമായതും ഏത് വർഷമാണ്? നമ്മുടെ NPCIL സ്ഥാപിതമായ വർഷത്തിലല്ല. NPCIL 87 ആണല്ലേ? അല്ല, ഞാൻ പെട്ടെന്ന് അതാണ് വിചാരിച്ചു. 67 ആണ് കേട്ടോ. ECIL 67 ഏപ്രിൽ 11. ECIL 67 ഏപ്രിൽ 1, NPCIL 87. യുറേനിയം ഏതാ? യുറേനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് 67. അത് UCIലും ECIL 67 ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ECIലും UCIലും 67, ഒരക്ഷരം കൂടെ ചേർന്നപ്പോ അത് 87 ആയി. NPCIL 87 ആയി. ഓക്കെ. ഉറക്കമൊന്നും മനസ്സിൽ വരുന്നില്ല. ഓക്കെ. ഇനി ECIL സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ECIL സ്ഥിതി ചെയ്യുന്നത് നമ്മളെ NFC-യുടെ
NFC എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? NFC ഉള്ളത് ഹൈദരാബാദ്. ഹൈദരാബാദ്. അപ്പൊ ECIL-ഉം ഹൈദരാബാദാണ് കേട്ടോ. ECIL സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് സ്ഥാപനങ്ങളുള്ളത്.